നടുന്നതിന് ഒരു കാരണമാക്കി പെരുമാറാകട്ടെ. എന്തെങ്കിലും അവിടത്തേക്ക് പൊരുത്തക്കേടായോ അതവുകേടായോ നമ്മുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അതെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഇന്നു മുതൽ പ്രവാചകന്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിന്റെ ഉടമകളാകാൻ, അതിന്റെ സുഖത്തിൽ ആനന്ദിക്കുന്ന ആത്മാവിന്റെ ഉടമകളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. പ്രസംഗം പൊക്കിയതിനു ശേഷം നിങ്ങളുടെ നല്ല രീതിയിൽ മാഷാ അല്ലാഹ് ഒരു മഹലിന് ഓടി നടന്ന് ഖിദ്മത്ത് ചെയ്ത് അതിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പാവപ്പെട്ടവനാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആ പള്ളിയുടെ ഗുണം കൊണ്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഉപ്പ കുടുംബം എല്ലാവർക്കും അതിന്റെ ഒരു കാവലും ഒരു സംരക്ഷണവും ഒരു പൊരുത്തവും അല്ലാഹു കൊടുക്കട്ടെ. പിന്നെ ഒരു വലിയ സംഘം ദീനി സ്നേഹികളിവിടെ ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു വൃത്തിയായ ഹിഫ്ള് ഖുർആൻ കോളേജ് നടക്കൂല. ഇപ്പൊ സാധാരണ ഹിഫ്ള് ഖുർആൻ കോളേജ് എന്നൊക്കെ പറഞ്ഞാല് 10 കുട്ടികളും 20 ഉസ്താദുമാരുമാണ്. അങ്ങനെ പിരിവോടെ പിരിവ് തന്നെ. നാട് മൊത്തം കലണ്ടറും മക്കളെ സൈഡ് തുടങ്ങി നോക്കി. ഏതെങ്കിലും DJ മറഞ്ഞിട്ടുണ്ടാവും. ഇത്രയും ലോഡ് കണക്കിന് സാധനം ലോറി കയറ്റി പോയാല്, അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് ആർക്കെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് പോവാ. അതിനകത്ത് അപ്പയാണെന്ന് ഇങ്ങനെ ഒരു കളവ് മക്കൾ പറയുന്നതല്ലാതെ ഉമ്മയോടാണ് ആത്മബന്ധം കൂടുതൽ. ഉമ്മയോടുള്ള വല്ലാത്ത സ്നേഹവും വല്ലാത്ത ഇഷ്ടവുമാണ്. അപ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചാലോ? ഉമ്മയുടെ മനസ്സ് ഉരുകിയിട്ട് ഉമ്മ കരഞ്ഞിട്ട് നിങ്ങളെ ശപിക്കുന്ന രംഗത്തെ കുറിച്ച് ആലോചിച്ചു. നിങ്ങൾ ഒരു കാലത്ത് രക്ഷപ്പെടൂല. നിങ്ങളിനി KK കോളത്തിൽ എന്തെല്ലാം വലിയ കൊട്ടാരങ്ങൾ കെട്ടിയാലും, എത്ര വലിയ ഉന്നതങ്ങളിലേക്ക് നിങ്ങൾ ഉയർന്നാലും, എത്ര വലിയ കോടീശ്വര പദവിയിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ഫാമിലിയും എത്തിയാലും, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ നീ ഒരു കാലത്തും ഗതി പിടിക്കില്ലടാ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഇജാബത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയും എന്നത് ചരിത്ര സത്യമാണ്. ഒരു കാരണവശാലും രക്ഷപ്പെടൂല. അതുപോലെ തന്നെ വാപ്പയും ഉമ്മയുടെ വാക്കിന് മാത്രമല്ല വിലയുള്ളത്. ഇന്ന് വാപ്പമാർക്ക് കുടുംബത്തിൽ വിലയില്ല. പ്രായമായി കഴിഞ്ഞാൽ ഭാര്യയുടെ മുമ്പിൽ വിലയില്ല, മക്കളുടെ മുന്നിൽ വിലയില്ല. വീടിന്റെ അകത്ത് ഒരു റൂമിന്റെ അകത്ത് ആർക്കും വേണ്ടാതെ ഒരഭിപ്രായവും പറയാൻ കഴിയാതെ എന്തെങ്കിലും പറയാൻ വേണ്ടി എഴുന്നേറ്റാൽ മകൻ വിരലുകൊണ്ട് ചുണ്ടിൽ ചേർത്ത് വെക്കുന്ന ഒരു ഭീഷണിയുടെ ശ്വാസത്തിൽ വാപ്പ എന്ന് പറയുന്ന മഹാത്ഭുതം ഒതുങ്ങിക്കൂടുന്ന വളരെ അപകടകരമായ അവസ്ഥ എല്ലാ കുടുംബത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്.